നമ്മൾ അടുത്ത വിഷയം, അനന്തുവിന് അറിയാമോ ഹരിഷ്മയുടെ പ്രണയം? നിങ്ങളുടെ വാക്കുകൾക്കായി ലോകം കാത്തിരിക്കുന്നു എന്ന ഒരു നിമിഷം പരിപാടിയിൽ എഴുതി കാണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടായി പറയാനുള്ളത് ഒറ്റ നിമിഷം തുടരൂ. കാവ്യ നർത്തകിയിലൂടെയും പുഞ്ചിരി പെയ്താടുന്ന ലളിതയിലൂടെയും തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയിലൂടെയും അഞ്ചിക്കുഴഞ്ഞാടുന്ന മിളിതയിലൂടെയും കുഞ്ചന്റെ ഏത് തത്ത ഏത് ഒരു തത്തയുണ്ട് ഒരു കുര്യടാ തത്തയുടെ കാര്യം പറ. തത്തമ്മയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് ഞാൻ തത്തമ്മയല്ല വിഷയം, പ്രണയമാണ്. സങ്കല്പ യൗവനത്തിനപ്പുറം നല്ല ഹൃദയങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന യുക്തി സംഭവിക്കുമ്പോൾ അറിയുന്ന ലോകത്തിനെയാണ് പ്രണയം എന്ന് പറയുന്നത്. ആശയത്തിൽ കയ്യിൽ പോയതായിരുന്നു, പിന്നേറ്റ് തട്ടി കളിക്കുക. പ്രണയം എന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന വികാരമല്ല, എന്തോ ആ കുട്ടി എന്നോട് പ്രണയം ഒരു പക്ഷെ തുറന്നു പറഞ്ഞേനെ. ആ കുട്ടിയെ വിട്ടുപിടി. ലോകത്തെ എല്ലാ ചിന്തകളിലും സംസ്കാരങ്ങളിലും മാറ്റങ്ങളിലും പ്രണയമുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് പ്രണയമുണ്ടെന്നും ലോകം മുഴുവൻ വിഷയല്ലേ? അല്ല, ഹരിഷ്മയ്ക്കുണ്ടോ അനന്തുവിനറിയാമോ ഹരിഷ്മയുടെ പ്രണയം? തീർച്ചയായും സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു അവലോകനം നടത്തേണ്ടുന്ന വിഷയമാണിത്. ഏതവലോകനം ചേട്ടാ? ഞാൻ തുടരാം. ഹരിഷ്മയ്ക്കറിയാമോ അനന്തുവിന്റെ പ്രണയം? ഹരിഷ്മയ്ക്കറിയാമോ? ഇതെന്തുവാ ഓളിയെ സ്വിച്ച് താഴ്ത്തോലെ? ഹരിഷ്മയുടെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രം. പ്രണയം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന വികാരമല്ല, മറിച്ച് കാലഘട്ടത്തിന് എന്തൊക്കെയോ ഓർമ്മപ്പെടുത്തലുകൾ സമ്മാനിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഹരിഷ്മ എന്നത് ഒരു പ്രണയത്തിന്റെ വീഥികളിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ ഞാൻ മുൻകാലത്ത് പഠിച്ച നന്ദിക്കര സർക്കാർ തല വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് എന്റെ ഓർമ്മ ചെന്നെത്തുന്നത്. ഹരിഷ്മ എന്ന പെൺകുട്ടിയോട് ഞാൻ എന്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ സാർ പറയട്ടെ സാർ, ഒരു പ്രണയം പറയട്ടെ സാർ. പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അന്ന് അവൾ എന്നോട് പറഞ്ഞു ഒരുപാട് ഇഷ്ടമാണെന്നോ? സത്യം. താങ്കൾക്ക് തുടരാം. ഉള്ള കള്ളത്തരം മൊത്തം എഴുന്നള്ളിക്കുക. താങ്കൾക്ക് ശ്രീകൃഷ്ണൻ എന്ന പേരും വെച്ച് ചില വിഡ്ഢിത്തരങ്ങൾ ഇവിടെ വിളമ്പിക്കൊണ്ട് പ്രണയത്തിന്റെ സങ്കല്പങ്ങളെ പിഴുതെറിയുവാൻ ശ്രമിക്കുന്ന എന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ആക്ഷേപിച്ചു സാർ എന്നെ. അരുത് സുഹൃത്തെ, അരുത് കാട്ടാളാ. സംസാരിച്ചിട്ട് ആക്ഷേപിക്കാനല്ലേ പറ്റൂ. ഇങ്ങനെ ആക്ഷേപിക്കരുത്. താങ്കൾക്ക് തുടരാം. അങ്ങനെ അദ്ദേഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, പ്രണയം എന്ന ആതുര സങ്കല്പത്തെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ആതുര സങ്കല്പം മാത്രല്ല വെളിയിലേക്ക് ഇരുന്ന് കേൾക്കുന്നത് നമുക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് ആരും പേടിക്കണ്ട. ഇനി ഞാൻ പറയാം. എന്റെ സർക്കാർ തല വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു ചിന്തിക്കുകയാണെങ്കിൽ ചുറ്റും ആയിരക്കണക്കിന് പെൺകുട്ടികളാൽ നിറഞ്ഞിരുന്ന എന്റെ ആ സൗന്ദര്യം. വീണ്ടും പറയുകയാണ്, പല സെന്റ് തോമസ് കലാലയത്തിന്റെ രാജവീതികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് എറിഞ്ഞ് നീലസാഗരത്തിൽ മുങ്ങിക്കുളിക്കാൻ കൊതിച്ച് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നൂറുകണക്കിന് പെൺകുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അനന്തുവിനറിയാമോ ഹരിഷ്മയുടെ അനുരാഗം എന്ന വിഷയത്തിൽ ഞാൻ വാചാലനാകുന്നത്. കാരണം പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ പേരൂർ പൂരപ്പറമ്പിൽ കമ്പക്കെട്ടിന്റെ പ്രപഞ്ചം തുടങ്ങിയ കാലഘട്ടം മുതലേ പ്രേമമാണ് അഖിലസാരമൊഴിയിൽ. പാടില്ല മകനെ, പാടില്ല. പ്രണയത്തിന്റെ തലങ്ങളെ കുറിച്ചാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. അതിനൊരു ബ്ലോക്കായിട്ട് കൂട്ടാൻ പറ്റില്ല. കാലങ്ങൾക്ക് മുമ്പ് എന്നിലുണ്ടായ ഒരു സംശയം ഞാൻ പറയാം.
വീഡിയോ മതി മതി ഇവിടെ ഇവിടെ വീഡിയോ അല്ല അത് പറയാൻ സമ്മതിക്കും എന്തായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്? സാറിന് വളരെയധികം ഗുണമുള്ളതാണ്. എന്താ ഉദ്ദേശിച്ചത്? കാലങ്ങൾക്ക് മുമ്പ് വാർത്താ മാധ്യമത്തിലൂടെ ഏറ്റവും ശ്രദ്ധേയനും സുന്ദരനും സുമുഖനുമായ ആ ശ്രീകണ്ഠൻ നായരോട് ഒട്ടേറെ സ്ത്രീകൾക്ക് വലിയ ആരാധനയും ഉണ്ടാകും. പക്ഷേ അത് ചാനലിൽ വന്ന് പറയാനുള്ള ആഗ്രഹവും അവർക്കുണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ ആവേശം തീരട്ടെന്ന് വിചാരിച്ചു. തുടരാം. പ്രണയത്തിന്റെ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെയും അനന്തു എന്ന പുരുഷനെയും സാർ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഹരിഷ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ട് കളയരുത്. കഴിഞ്ഞിട്ടില്ല. ഗ്രീഷ്മ എന്ന പെൺകുട്ടിയിലൂടെ അനന്തു എന്ന ആൺകുട്ടിയും ചേർന്ന് ഹരിഷ്മയെ പരിചയപ്പെടുത്തുന്ന സന്ദർഭമാണ് ഞാൻ ഓർക്കുന്നത്. എന്റെ കലാലയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗണിതശാസ്ത്ര വിഭാഗത്തിലെ മേധാവി എനിക്ക് കാണിച്ചു തന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് പ്രണയത്തിന്റെ സന്തുലിതമായ അവസ്ഥയിലേക്ക് ആണിറങ്ങി തൃശ്ശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് എന്നെ വിളിച്ച ആ സുന്ദരിയുടെ മുഖം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. കാരണം സഹോദര, എനിക്കൊരു പ്രണയമുണ്ട്, അത് അനന്തുവിനോടാണ് എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട ഹരീഷ്മയല്ലായിരുന്നു, മറിച്ച് ശ്രുതിയായിരുന്നു. ആരാണ് അവൾ? അങ്ങനെ തുടരാം. അങ്ങനെ ഹരീഷ്മയ്ക്ക് അറിയാമോ അനന്തുവിന്റെ പ്രണയം? പ്രിയ സുഹൃത്തുക്കളെ, കരിനീല കണ്ണുമായി നുണക്കുഴി ചിരിയുമായി അവൾ എന്റെ മുന്നിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഹരീഷ്മയുടെ പ്രണയം അനന്തു അറിഞ്ഞെന്നാണ് വിഷയം. ചേട്ടൻ തിരിച്ചാവാം. മാത്രല്ല നുണക്കുഴി ചിരിയുമായി. താങ്കൾക്ക് തുടരാം. സമയം താങ്കൾ തീരും കേട്ടോ. പ്രണയം എന്ന വികാരത്തെ മലയാള സാഹിത്യ ലോകത്തിലേക്ക് കടന്നെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രയോഗം തെറ്റാ, പ്രയോഗ വൈകല്യമുണ്ട്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. എന്തായാലും ഈ വിഷയം ഒന്നും നിങ്ങൾ അതിന്റെ ഗൗരവത്തിലെടുക്കണ്ട. അല്ല, ഈ ഹരീഷ്മ എന്ന പേര് എന്നെ ഇവിടെ എല്ലാരും അറിയിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്.